ഹായ്, എല്ലാവർക്കും സ്റ്റാർവേ ടാരറ്റ് മലയാളം റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ഇതിപ്പം ബ്രേക്കപ്പ് ആയി പോയവർക്കോ അല്ലെങ്കിൽ സെപ്പറേഷനിലുള്ളവർക്കോ എല്ലാവർക്കും കാണാവുന്നതാണ്. ഇവിടെ 2 പൈലാണ് അതിനായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈല് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ റെസനേറ്റ് ആകുന്ന മാത്രം എടുക്കുക, അല്ലാത്ത എല്ലാം വിട്ട് കളഞ്ഞേക്കുക. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ ഇതെപ്പോൾ കണ്ടാലും അപ്പം മുതൽ നിങ്ങൾക്ക് ഇത് വാലിഡ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തോണ്ട് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് 10 ഓഫ് സോർട്സ്, 10 ഓഫ് പെൻറ്റിക്കിൾ, 2 ഓഫ് പെൻറ്റിക്കിൾ, 3 ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് സോർട്സ്, ജഡ്ജ്മെൻറ്റ്, ദി ടവർ, 8 ഓഫ് കപ്പ്, നൈറ്റ് ഓഫ് വാൻസ്, 8 ഓഫ് സോർട്സ്, 4 ഓഫ് സോർട്സ്, അതുപോലെ 8 ഓഫ് വാൻസ് ആണ്. നമുക്ക് ബോട്ടം എനർജിയിൽ കിട്ടിയിരിക്കുന്നത് 4 ഓഫ് കപ്സ് ആണ്. ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ കടന്നു പോകുന്നത് ജഡ്ജ്മെന്റ് ഫേസിലൂടെയാണെന്ന് കാണിക്കുന്നു. ബിക്കോസ് കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പിൽ പോയ ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ടൈമിലാകാം ഈ ഒരു സഡൻ ബ്രേക്കപ്പ് നടന്നത്. ആ ഒരു സിറ്റുവേഷൻ ഇവിടെ നിങ്ങൾക്കൊരു ട്രോമ സമ്മാനിച്ചതായിട്ട് കാണിക്കുന്നു. ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുപോലെ കുറച്ച് പേർക്ക് കാർമിക് റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് കർമ്മ റിലേറ്റ് ചെയ്ത് വന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ആരെയാണോ ഉദ്ദേശിച്ചത് ആ ഒരാൾക്ക് ഓൾറെഡി ഫാമിലി ഉണ്ടായിരിക്കാം, ഓൾറെഡി അവരുടെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടാകാം. എന്തായാലും ഇവിടെ ഈ പൈൽ ചൂസ് ചെയ്തവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നു. ഈ ഒരു പേഴ്സൺ മറ്റെന്തിനൊക്കെയോ അല്ലെങ്കിൽ മറ്റാർക്കൊക്കെ പ്രയോറിറ്റി കൊടുത്ത് പോയതായിട്ട് കാണിക്കുന്നു. ഈ പേഴ്സണ് ഒഴിവാക്കാൻ പറ്റാത്ത ആരോ ആണ് ഇവിടെ തേർഡ് പാർട്ടിയുടെ പ്ലേസിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത് കുറച്ച് പേരുടെ എങ്കിലും പേഴ്സൺ മറ്റൊരു വിവാഹം കഴിച്ച് പോയിട്ടുണ്ടായിരിക്കാമെന്ന്. ബാക്കിയുള്ളവർ മറ്റെന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് മൂവ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ മദറോ അല്ലെങ്കിൽ സിസ്റ്ററോ ആയിരിക്കും ഇവിടെ തേർഡ് പാർട്ടിയുടെ പ്ലേസിൽ നിൽക്കുന്നത്. അത് നിങ്ങളെ മെൻ്റലി വല്ലാണ്ട് ബാധിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. റെസനേറ്റ് ആകുന്നവരും എടുക്കുക കേട്ടോ. ആദ്യമൊക്കെ ഈ പേഴ്സൺ നിങ്ങൾക്ക് ഒരുപാട് കെയറിങ് സ്നേഹം തന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ടോട്ടലി ചേഞ്ച് ആകുമെന്ന്. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷത്തെക്കാൾ അധികം വേദനയാണ് നൽകിയത് എന്താണ് കാണിക്കുന്നത്. അതുപോലെ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നു പോയത്. എന്നാൽ കറന്റ് സിറ്റുവേഷനിൽ ഈ ഒരു റിലേഷൻഷിപ്പ് യൂണിവേഴ്സ് ജഡ്ജ്മെൻറ്റിലൂടെയാണ് കടന്നു പോകുന്നത്. മാരേജ് കഴിഞ്ഞവരുടെ എനർജിയൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ ഇപ്പോൾ വാച്ച് ചെയ്യുന്നതായിട്ട്. ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ അവർ ഒട്ടും തന്നെ ഹാപ്പി അല്ല എന്ന് കാണിക്കുന്നു. ബിക്കോസ് തേർഡ് പാർട്ടി ഇവിടെ അനങ്ങാൻ പോലും സമ്മതിക്കാതെ വിധം കൺട്രോളിൽ നിർത്തിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ഈ ഒരു നിമിഷം അവർ മനസ്സിലാക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈ വീഡിയോ കാണുന്ന നിങ്ങളിപ്പോൾ ഒരു റെസ്റ്റ് സ്റ്റേജിലാകാം ഉള്ളത്. നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നത് നിർത്തിയിരിക്കാം. പതിയെ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെ ചെയ്യുന്നവരെ ഉറപ്പിച്ചുകൊള്ളൂ. നിങ്ങൾ ഇവിടെ ചേഞ്ച് ആയപ്പോൾ നിങ്ങൾ പേഴ്സണലി മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളീ ഫോക്കസ് ചെയ്തപ്പോൾ അവരിലേക്ക് പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ എനർജി പതിയെ ബ്ലോക്ക് ആയതായിട്ട് കാണിക്കുന്നു. ഇപ്പോൾ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കുന്നതായിട്ട് കാണിക്കുന്നു. നമുക്ക് 4 ഓഫ് കപ്സ് ആണ് ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത്. അതുപോലെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം, നിങ്ങളിലേക്ക് ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് വരണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹമുണ്ട്. നിങ്ങൾ മൂവ് ഓൺ ചെയ്തു, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിയാണ് എന്നാണ് അവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് കറന്റ് സിറ്റുവേഷനിൽ ചിന്തിക്കുന്നത്. ഞാനിത് പറഞ്ഞെന്ന് കരുതി ഓടിപ്പോയി മെസ്സേജ് ഒന്നും അയച്ചേക്കല്ലേ കേട്ടോ. അവർ തിരികെ വരും, എന്നാൽ അതിൻ്റേതായിട്ടുള്ള സമയത്താണെന്ന് മാത്രം. ഇപ്പോൾ ചെല്ലില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഓൾറെഡി അവരുടെ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. അതുപോലെ ഇപ്പോഴും അവർ കൺഫ്യൂഷനിലാണ്, ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ തിരികെ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന ഭയവും ഈ പേഴ്സൺ ഉള്ളതായിട്ട് കാണിക്കുന്നു. നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാകാം ഈ ഒരു പേഴ്സൺ അവരുടെ തെറ്റിനുള്ള കർമ്മ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ജഡ്ജ്മെൻ്റ് സ്റ്റേജിലൂടെ കടന്നു പോകുന്നതെന്നാണ് കാണിക്കുന്നത്. ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. നമുക്കിവിടെ കുറച്ച് ക്ലൂസും കൂടെ നോക്കാം. ആദ്യം തന്നെ മകം നക്ഷത്രം കിട്ടിയിട്ടുണ്ട്, ടോറസ് സോഡിക് സൈൻ കിട്ടിയിട്ടുണ്ട്, ലെറ്റർ എ കിട്ടിയിട്ടുണ്ട്, അനിയം നക്ഷത്രം കിട്ടിയിട്ടുണ്ട്, പുനർദം നക്ഷത്രം കിട്ടിയിട്ടുണ്ട്, നമ്പർ 1 കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ജനുവരി മാസം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. അതുപോലെ ഫെബ്രുവരി മാസം കിട്ടിയിട്ടുണ്ട്, പിങ്ക് കളർ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഫേവറേറ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിമിഷം ധരിച്ചിരിക്കുന്ന ഡ്രസ്സിൽ എന്തെങ്കിലും പിങ്ക് കളർ ഉണ്ടായിരിക്കാം. അടുത്തത് നമുക്ക് 23 എന്ന് പറയുന്ന ഒരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, ഏജും ആയിരിക്കാം. അതുപോലെ കാർമിക് റിലേഷൻഷിപ്പ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർമിക് റിലേഷൻഷിപ്പ് ആണെന്ന് കുറച്ച് പേർക്കെങ്കിലും. ഒക്കെ ലെറ്റർ ജെ കിട്ടിയിട്ടുണ്ട്. അടുത്ത കോഴിക്കോട് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് കിട്ടിയിട്ടുണ്ട്. 19
19 എന്ന് പറയുന്ന ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഏജും ആയിരിക്കാം കേട്ടോ. അടുത്ത ഏപ്രിൽ മാസം കിട്ടിയിട്ടുണ്ട്. ഫുൾ മൂൺ കിട്ടിയിട്ടുണ്ട്. ഫുൾ മൂണിലൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ഒരു പേഴ്സണെ തിരികെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ. ആൻഡ് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് നമ്പർ 30 ആണ് കേട്ടോ. അത് ഒന്നെങ്കിൽ ഏജ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഡേറ്റ് നിങ്ങളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ബർത്ത്ഡേ വല്ലതും ആയിരിക്കാം. ഓക്കെ, ഇതായിരുന്നു പൽ നമ്പർ 1 ചൂസ് ചെയ്ത റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക് യു. ഓക്കെ, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് പേജ് ഓഫ് വാൻസ്, ക്യൂൻ ഓഫ് കപ്സ്, ഹൈ പ്രീസ്റ്റസ്, ഏസ് ഓഫ് വാൻസ്, 4 ഓഫ് വാൻസ്, 6 ഓഫ് സോർഡ്സ്, ദി ലവേഴ്സ് കാർഡ്, 3 ഓഫ് സോർഡ്സ്, ദി ചാരിയറ്റ്, ദി ഹെർമിറ്റ്, ദി എംപറർ, അതുപോലെ ഡെത്ത് കാർഡാണ്. ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് മജീഷ്യനാണ്. ഇവിടെയും ഒരു സെപ്പറേഷൻ സ്റ്റേജ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടുപേരും രണ്ടറ്റത്താണെന്ന് കാണിക്കുന്നു. ഇത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഏറെക്കുറെ ആൾക്കാർക്കെങ്കിലും. ബിക്കോസ് ഇവിടെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചത് ആ ഒരു പേഴ്സണുമായിട്ട് ഡിസ്റ്റൻസ് കാണിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എബ്രോഡ് ആയിരിക്കാം, അറ്റ്ലീസ്റ്റ് ഡിഫറെൻറ്റ് സ്റ്റേറ്റിലെങ്കിലും ആകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു വാട്ടർ ബോഡി ഒക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ സ്റ്റേ ചെയ്യുന്നിടത്ത് ബീച്ച് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു അതോറിറ്റേറ്റീവ് പവറിൽ നിൽക്കുന്ന ആളായിട്ട് കാണിക്കുന്നു. ഒരു പക്ഷേ ഈ ഒരു പേഴ്സണിൻ്റെ അണ്ടറിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ പേഴ്സൺ ആയിരിക്കും അവരുടെ ഹെഡ്. അതുപോലെ വളരെ മെച്യൂരിറ്റി ഉള്ള ഒരാളായിട്ട് കാണിക്കുന്നു. എന്ത് തീരുമാനം എടുത്താലും ആലോചിച്ചും കണ്ട് മാത്രമേ എടുക്കുകയുള്ളൂ. ആരുടെയും മുൻപിൽ താഴ്ന്നു കൊടുക്കാൻ ഇഷ്ടമില്ലാത്ത ആളായിട്ട് കാണിക്കുന്നു. അതുപോലെ ആരും കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു പേഴ്സണ് ഇഷ്ടമില്ലാത്തതായിട്ട് കാണിക്കുന്നു. ഇങ്ങനെയുള്ള വ്യക്തി അഥവാ താഴ്ന്നു തന്നാൽ അത് നിങ്ങളുടെ മുൻപിൽ മാത്രമേ ഉള്ളൂ എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുള്ള ഇഷ്ടം കൊണ്ടാണെന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കാളും എൽഡർ ആകാനുള്ള ചാൻസ് ഉണ്ട്. ജെൻസ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും നിങ്ങളെക്കാളും എൽഡർ ആകാനുള്ള, അല്ലെങ്കിൽ മെച്യൂരിറ്റി കൊണ്ട് അവർ നിങ്ങളെക്കാളും മുൻപന്തിയിലാണെന്ന് കാണിക്കുന്നു. ഒരു 3-4 വയസ്സിൻ്റെ ഒക്കെ ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്റ്റക്ക് പൊസിഷനിലാണെന്ന് കാണിക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേഷനിൽ പോയതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു പൈലുകാരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ 100% നിങ്ങളുടെ പേഴ്സണിന് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. കാരണം ഈ പേഴ്സൺ ഒരു ഹെർമിറ്റ് മോഡിലാണ്. ഈ ഒരു പേഴ്സൺ തനിച്ചാണ് എന്നാണ് കാണിക്കുന്നത്. മറ്റ് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഒന്നും തന്നെ കാണിക്കുന്നില്ല. എന്നാൽ ഈ ഒരു സെപ്പറേഷൻ യൂണിവേഴ്സിൻ്റെ അറിവോട് കൂടിയാണ് എന്നാണ് കാണിക്കുന്നത്. ബിക്കോസ് ഇവിടെ സ്പിരിച്വൽ ഗ്രോത്ത് ആവശ്യമാണ്. രണ്ട് സൈഡിലും സ്പിരിച്വൽ ഗ്രോത്ത് ആവശ്യമാണ്. ഇതിൽ കുറച്ച് പേര് ട്വിൻ ഫ്ലെയിം എനർജിയിലാണ്. ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ കാണുള്ളൂ കേട്ടോ. അതായത് ഒരു 0.1 ഒക്കെ കാണുള്ളൂ. ബാക്കി സോൾമേറ്റ് എനർജിയും കാണിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു സെപ്പറേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നതിന് ശേഷം ആകാം നിങ്ങൾ സ്പിരിച്വൽ പാത്തിലേക്ക് വന്നത്. എന്തായാലും ഈ റിലേഷൻഷിപ്പിൽ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ബിക്കോസ് ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നു പോകുന്നത്. ഇതിനൊരു പുതിയ തുടക്കം ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ കാണാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളുമായുള്ള പ്രോബ്ലംസ് മാറി നിങ്ങളുമായിട്ട് ഒന്നിക്കണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും ഒരു ക്യൂൻ ഓഫ് കപ്പായിട്ടാണ് കാണുന്നത്. ജെൻസ് ആണെങ്കിൽ അതനുസരിച്ച് എടുക്കുക കേട്ടോ. ക്യൂൻ ഓഫ് കപ്പ് മാത്രമല്ല ലവേഴ്സ് കാർഡും കിട്ടിയിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, നിങ്ങളുടെ സെപ്പറേഷൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ ആഴ്ചകളായിരിക്കാം, അല്ലെങ്കിൽ മാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വർഷങ്ങളായിരിക്കാം. എത്ര നാളായാലും ഇവിടെ സ്റ്റിൽ ലവ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അതായത് അവരിപ്പോഴും നിങ്ങളെ ജെന്യുവിൻ ആയിട്ട് തന്നെയാണ് പ്രണയിക്കുന്നത്. അവരുടെ ലൈഫിൽ മറ്റാർക്കും നിങ്ങൾക്കുള്ള സ്ഥാനം കൊടുത്തിട്ടില്ല എന്നിവിടെ വ്യക്തമാണ്. അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള ചാൻസ് ഹൈ ആയിട്ട് കാണിക്കുന്നു. അതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിവാഹം കഴിക്കണമെന്നും നിങ്ങളുടെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നു. ഈ പേഴ്സൺ എന്തായാലും തിരികെ വരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു പ്രപ്പോസലൊക്കെ ആയിട്ട് വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ആളെന്നാണ് കാണിക്കുന്നത്. ഓൾറെഡി കല്യാണം കഴിഞ്ഞവരാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ആ ഒരു പോസിബിലിറ്റീസ് ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ പോസിബിൾ ആണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ചാരിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. 2 ഡയറക്ഷൻ ഈ വ്യക്തിയുടെ മുൻപിലുണ്ട്. ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും. സോ ബോട്ടം എനർജിയിൽ നമുക്ക് മജീഷ്യൻ കാർഡും കൂടെയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഉള്ള മാനിഫെസ്റ്റേഷൻ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഡയറക്ഷനിലേക്ക് വരും. അല്ലാത്ത പക്ഷം വീണ്ടും ലാഗ് വരുന്നതായിരിക്കും. എന്തായാലും മറ്റ് റിലേഷൻഷിപ്പോ തേർഡ് പാർട്ടിയോ ഒന്നും ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. ആള് ഒറ്റയ്ക്കാണ്. നിങ്ങളോടുള്ള ഫീലിങ്സ് ജെന്യുവിൻ ആണെന്ന് തന്നെയാണ് കാണിക്കുന്നത്. റിസണേറ്റ് ആകുന്നവർ എടുക്കുക കേട്ടോ. നമുക്കിവിടെ കുറച്ച് ക്ലൂസും കൂടെ നോക്കാം.
ആദ്യം തന്നെ കോട്ടയം എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഓഗസ്റ്റ് മാസം കിട്ടിയിട്ടുണ്ട്. ഉത്രാടം നക്ഷത്രമാണ് അടുത്ത് കിട്ടിയിരിക്കുന്നത്. രേവതി നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. ലെറ്റർ വൈ കിട്ടിയിട്ടുണ്ട്. നമ്പർ 18 കിട്ടിയിട്ടുണ്ട്. 18 എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഏജും ആയിരിക്കും കേട്ടോ. ലെറ്റർ യു കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്പർ 3 കിട്ടിയിട്ടുണ്ട്. സോൾമേറ്റ് കിട്ടിയിട്ടുണ്ട്. എറണാകുളം ഡിസ്ട്രിക്റ്റ് കിട്ടിയിട്ടുണ്ട്. മാർച്ച് മാസം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. അതുപോലെ ബ്ലൂ കളർ കിട്ടിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത് ബ്ലൂ കളറിലുള്ള എന്തെങ്കിലും ആയിരിക്കാം ധരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഫേവറേറ്റ് കളറും ആയിരിക്കാം. അടുത്തതായിട്ട് വിർഗോ സോഡിയക് സൈൻ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് ലെറ്റർ സി ആണ്. ഓക്കെ, ഇതായിരുന്നു പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്